കൃഷ്ണ ഭഗവാനെ, ഞാൻ വിളിച്ചിട്ട് പുള്ളി ഫോൺ എടുക്കണില്ല. ഇനി നീ രാധനെ തേച്ച പോലെ എന്നെയും തേക്കോ? അങ്ങനെയൊന്നും ഉണ്ടാവല്ലേ. അതിന് കൃഷ്ണൻ രാധയെ തേച്ചു എന്ന് ആരാ പറഞ്ഞത്? അല്ല, അങ്ങനെയാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. കേട്ടതിൽ പല പ്രയാസങ്ങളും ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. അതൊക്കെ തിരുത്തി മുന്നോട്ട് പോവാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. എന്തായാലും കാണണമെന്നും പരിചയപ്പെടണമെന്നും ആഗ്രഹിച്ചൊരു വ്യക്തിത്വമാണ് വ്യാസൻ PM. ഒരുപാട് സന്തോഷം. അതും ഈ അമ്പല നടയിൽ വെച്ച് കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനും കുറച്ച് സമയം നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം അല്ലെ? തീർച്ചയായിട്ടും. എന്റെ പേര് ഏഞ്ചൽ മേരി എന്നാണ്. ഞാനൊരു അന്യമതസ്ഥയാണ്. പക്ഷേ പരമശിവനെ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒരു പരമശിവന്റെ യഥാർത്ഥ ഭക്തയാവാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഏഞ്ചൽ ആദ്യം പറഞ്ഞു തുടങ്ങിയത് തന്നെ ഞാൻ അന്യമതസ്ഥ ആണെന്നാണ്. നമുക്കാണ് ഈ ജാതി മതം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നതാണ്. ഈ ലോകത്ത് മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയിൽ വിശ്വസിക്കുന്ന ആളുകളെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് വിശ്വാസികൾ എന്നുള്ളത്. അതിൽ ചില ആളുകൾ അതിനെ ക്രൈസ്റ്റ് എന്ന പേരിൽ വിളിക്കുന്നു, ചില ആളുകൾ അതിനെ മഹാദേവൻ എന്ന് വിളിക്കുന്നു, ചില ആൾക്കാർ ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കുന്നു, ചില ആൾക്കാർ പരിശുദ്ധ നബി എന്നോ അങ്ങനെയൊക്കെ പല രീതിയിൽ വിളിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണോ അതാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. അതിന് അന്യത എന്നുള്ള ഒരു സങ്കല്പത്തിൽ മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ചെറിയ അഭിപ്രായം. പിന്നെ ചോദിച്ചു മഹാദേവന്റെ ഭക്തയാവണം എന്നുണ്ടെങ്കിൽ വേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഇപ്പൊ കൃഷ്ണന്റെ ഭക്തയാവാൻ എന്ത് ചെയ്യണമെന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട്. ഇപ്പൊ മഹാദേവന്റെ ഭക്തയാവാനും അതേ ക്വാളിറ്റീസ് തന്നെ മതി എന്ന് ഞാൻ പറയാറുള്ളൂ. കാരണം ഇതൊക്കെ തന്നെ ഒരു ചൈതന്യത്തിന്റെ പല പേരുകളാണ്. അപ്പൊ എങ്ങനെ ഭഗവാന്റെ ഭക്തയാവാം എന്ന് പ്രഹ്ലാദനോട് അസുര കുട്ടികൾ ചോദിക്കുന്ന ഒരു ഭാഗം ഭാഗവത്തിലുണ്ട്. അതില് ഭഗവാനോട് ഉള്ള ഭക്തി ഉണ്ടാവണമെങ്കിൽ 9 വഴികളിലൂടെ സഞ്ചരിക്കണം എന്നാണ് പറയുക. അതിനെ നമ്മൾ ഭാഗവത്തിൽ നവധാ ഭക്തി എന്ന് പറയും. ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ ശ്ലോകം ഭാഗവത്തിൽ വരുന്നത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നാണ്. ഭക്തി ഉണ്ടാവണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഭഗവാന്റെ കഥകൾ കേൾക്കുക എന്നുള്ളതാണ്. അതാണ് ശ്രവണം എന്ന് പറയുന്ന പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് കീർത്തിക്കുക, നമ്മൾ ഭഗവാനെ പ്രൈസ് ചെയ്യുക എന്ന് പറയില്ലേ, അതാണ് ഈ കീർത്തനം എന്ന് പറയുന്ന പേരുകൊണ്ട് വരുന്നത്. അങ്ങനെ 9 പടികളിലൂടെ കടന്ന് അവസാനം ആത്മസമർപ്പണം എന്ന് പറയുന്ന വലിയൊരു സ്പേസ് ഉണ്ട്. അതായത് ഞാനും ഭഗവാനും ഒന്ന് തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന വലിയൊരു നിമിഷം. ഈ പാതയിലൂടെ സഞ്ചരിക്കുന്ന ആർക്കും ഭഗവാന്റെ ഭക്തരാവാം. ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള വഴി. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ ചോദിച്ചതിന് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ മറുപടി പറയാം. മഹാദേവന്റെ ഭക്തയാവണമെങ്കിൽ എന്ത് ചെയ്യണം? നിഷ്കളങ്കമായിട്ടുള്ള ഇന്നസെൻസോട് കൂടിയിട്ടുള്ള ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ ഭഗവാനെ സ്നേഹിക്കുന്ന ആർക്കും ഭഗവാന്റെ ഭക്തയാവാം. അങ്ങനെ നോക്കുമ്പം വിശ്വാസങ്ങൾ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടമാണ്. ആ ഒരു സമയത്ത് ഇപ്പം വ്യാസൻ താങ്കളെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്നുള്ള ഒരു വളർച്ചയായിരുന്നു അല്ലെ. അപ്പോൾ ആ മതം പഠിച്ചു, മതം പറയുന്നു, അങ്ങനെയുള്ളതിലേക്ക് വരുമ്പം അത് എത്രത്തോളം സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് എത്രത്തോളം അത് സ്വാധീനിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? ഈ വളർച്ച എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റേജസ്, അല്ലെങ്കിൽ നമ്മളെ തിരിച്ചറിയപ്പെടുന്ന ആളുകളുടെ എണ്ണം, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഗ്രാമുകളുടെ എണ്ണമൊക്കെ ആണെങ്കിൽ ആ വളർച്ച അത് താൽക്കാലികമാണ്. അതിൽ വലിയ കാര്യമില്ല. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അതൊക്കെ ഇല്ലാതാവാം. ഞാൻ ഈ വളർച്ച എന്ന ടേമിനെ ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പോകുന്ന ഒരു സ്ഥലത്ത് ഞാൻ പറയുന്ന ഒരു വേർഡ് കൊണ്ട് ഇൻ കേസ് ഒരാൾക്കെങ്കിലും അയാളുടെ മനസ്സിലുള്ള വിഷമത്തെ താൽക്കാലികമായിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്ന സമയം വരെയെങ്കിലും അയാളുടെ മനസ്സിലുള്ള ഒരു മോശം ചിന്തയെ ഭഗവാനിലേക്ക് തിരിച്ചുവിടാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാത്രമേ ഞാൻ വളർച്ച എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നു. പിന്നെ ഞാൻ എടുക്കുന്ന ടോപ്പിക് കൃഷ്ണനാണ്. പൊതുവിൽ അത്രത്തോളം അക്സെപ്റ്റൻസ് ഉള്ള ഒരു ടോപ്പിക് വേറെ ഇല്ല. അതിന്റെ ഒരു റീച്ച് അത് ഭഗവാന്റെ റീച്ചാണ്, എന്റെ റീച്ച് അല്ല. എനിക്ക് തോന്നുന്നു താങ്കളൊരു IT പ്രൊഫഷനാണ് അല്ലെ. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയിലേക്കാണ് ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാത വേറെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു പാതയാണ്. അതെങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത്? ഞാൻ വളർന്നു വന്ന സ്ഥലം പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്. ഈവൻ നമ്മൾ കുറച്ചുകൂടെയൊക്കെ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ വള്ളുവനാട് എന്ന് പറയും പൊതുവെ. അതാണ് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അവിടെ ഈ അമ്പലങ്ങളും കാവുകളും സപ്താഹവും ഇങ്ങനെ സത്സംഗങ്ങളൊക്കെ എപ്പോഴും നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഇന്നത്തെ കാലത്തെ ഈ ടെക്നോളജിയുടെ അതിപ്രസരം ഇല്ലാത്തൊരു ബാല്യകാലം എനിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് അഭിമാനത്തോടു കൂടി ഞാൻ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ, ഈ സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ള കഥകൾ, ഇതൊക്കെ നമ്മളെ സ്വാധീനിക്കും. ഇപ്പൊ ഞാൻ പ്രഭാഷണമൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ള ഒരു വർഷത്തിനടുത്ത് നിയർ ബൈ. പക്ഷെ അതിനു മുമ്പും കഥകൾ കേൾക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിരിക്കാൻ, അവിടെ നടക്കുന്ന പ്രസാദ ഊട്ടിൽ പങ്കെടുക്കാൻ, അവിടെ വരുന്ന അമ്മമാരോട് സംസാരിക്കാൻ, ഇതിനൊക്കെ നമുക്ക് നമ്മുടെ നാട് അങ്ങനെ ഒരു കൾച്ചറുള്ള ഒരു സ്ഥലമാണ്. ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മണ്ണാർക്കാട് പൂരം എന്ന് പറയുന്ന പൂരം നടക്കുന്ന എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് നോക്കിയാൽ കാണാവുന്ന അമ്പലത്തിലാണ്. അപ്പം ആ അമ്പലവുമായി ചുറ്റിപ്പെട്ട് എന്നുള്ള നമ്മുടെ ഒരു ബാല്യം, ഇതൊക്കെ എൻ്റെ ഈ ഉള്ളിലേക്ക് ചിലപ്പോൾ ഈ കഥകളെയൊക്കെ കൂടുതൽ ആഴത്തിൽ ഇറക്കാൻ സഹായിച്ചിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
പിന്നെ ഞങ്ങളുടെയൊക്കെ വീട്ടിലൊരു ദിവസം ആരംഭിക്കുന്ന അമ്പലത്തിൽ പോയിട്ടാണ്. ഒബ്വിയസ്ലി അമ്പലം അടുത്തായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കിട്ടിയ ഇൻപുട്സ് ആയിരിക്കാം ചിലപ്പോൾ ഇന്ന് എന്നെ ഇങ്ങനെ പറയിപ്പിക്കുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും നമ്മളിപ്പോ മഹാഭാരതത്തിലേക്ക് വരികയാണ്. മഹാഭാരതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, യുദ്ധം നടക്കുന്ന സമയത്ത് എന്താ പറയാ, നമ്മുടെ ആയുധങ്ങളില്ലാത്ത ഒരാളെയും ആക്രമിക്കരുത് എന്നൊരു നിയമം ഉണ്ടായിരുന്നു. പക്ഷെ ഭഗവാൻ അർജുനനോട് കർണനെ വധിക്കാൻ പറയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ ആയുധങ്ങളൊന്നും ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ആ ധർമ്മം അവിടെ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നമല്ലേ. ഒന്ന് ഈ പറയുന്ന മഹാഭാരതം എന്ന് പറയുന്ന ഗ്രന്ഥം പിന്നീട് അതിന്റെ പേര് അങ്ങനായി മാറുകയും തുടക്കത്തിൽ അതിന്റെ പേര് ജയം എന്നായിരുന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ജയം നമ്മൾ വൃത്തിയായിട്ട് പരിശോധിച്ചാൽ ധർമ്മയുദ്ധത്തിന്റെ കഥയാണല്ലോ പറയുന്നത് മഹാഭാരതത്തിൽ. ഇവിടെ കുറെ ആൾക്കാർ വന്നോണ്ടിരിക്കുക, അപ്പൊ നമുക്ക് അങ്ങോട്ട് നീങ്ങി നിന്നിട്ട് സംസാരിക്കാം. ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, എന്തുകൊണ്ട് ഭഗവാൻ ഈ രഥചക്രം താഴ്ന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഉയർത്താൻ ശ്രമിക്കുന്ന കർണന്റെ അടുത്ത് ഇതാണ് അവസരം എന്ന് അർജുനോട് പറയുകയും ഇപ്പം അസ്ത്രം അയക്കാൻ പറയുകയും ചെയ്യുന്നു. അത് ധർമ്മമാണോ എന്നാണ് ചോദിക്കുക. ധർമ്മം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷെ ആ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കോണ്ടെക്സ്റ്റ്, അവിടെ ഭഗവാൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, മാർഗമല്ല ലക്ഷ്യമാണ് പ്രാധാന്യം. അത് എല്ലാ സെൻസിലും ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മുടെ താല്പര്യം പോലെ ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ പറഞ്ഞു വന്നത്, കർണൻ എപ്പോഴും ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് വാല്യൂസ്, അദ്ദേഹത്തിന്റെ ദാനശീലം, അദ്ദേഹത്തിന്റെ സ്കിൽസ്, എത്രയൊക്കെ നമ്മൾ അദ്ദേഹത്തെ കൺഗ്രാച്ചുലേറ്റ് ചെയ്താലും പ്രോത്സാഹിപ്പിച്ചാലും മതിയാവാത്ത കാര്യം. അദ്ദേഹം ഒരു ഗ്രേറ്റ് വാരിയർ ആണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിനുണ്ടായ ഒരു ചെറിയ പ്രശ്നം കൂടെ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത്, എല്ലാ മനുഷ്യർക്കും പ്ലസും മൈനസും ഉണ്ട്. കർണനും പ്ലസുകൾ ഒരുപാടുണ്ട്, അദ്ദേഹത്തിന് മൈനസുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. അദ്ദേഹത്തിന്റെ ഈ ധീരതയും ഫ്രണ്ട്ഷിപ്പും ഈ പറഞ്ഞ സോ കോൾഡ് ക്വാളിറ്റീസ് ഒക്കെ നമ്മൾ ഉയർത്തി കാണിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞ ചില പോയിന്റ്സ് നമ്മൾ അങ്ങനെ വല്ലാതെ വായിച്ചു പോകാറില്ല. അപ്പം മഹാഭാരതം വായിക്കുകയാണെങ്കിൽ ഇപ്പൊ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് അദ്ദേഹത്തോട് കർണനോട് ദ്രൗപദി ചോദിക്കുന്നുണ്ട്, നീ ഭയങ്കര ധർമ്മിഷ്ഠനായിട്ടുള്ള ആളല്ലേ, എന്നെ ഈ ചെയ്തത് നീ കാണുന്നില്ല, നിന്റെ സുഹൃത്തുക്കളല്ലേ ഈ ചെയ്യുന്നത്, നിനക്ക് ഇതിനെ എതിർത്ത് സംസാരിച്ചൂടെ എന്ന് പറയുന്ന സമയത്തും അതിന് തൊട്ട് മുമ്പും കർണൻ പറയുന്നത്, നിന്നോട് ഇങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു തരത്തിലുള്ള അധർമ്മവും ഇല്ല, കാരണം 5 പുരുഷന്മാരോടൊപ്പം കഴിയുന്ന സ്ത്രീ വേശ്യയ്ക്ക് തുല്യാണ് എന്ന് കർണൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം തന്നെ ഈ ഒരു സാഹചര്യം ഒരു പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിചാരിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒരു സാഹചര്യമല്ലേ. എല്ലാത്തിലെയും നമുക്ക് അങ്ങനെ ഒരു പരബ്രഹ്മ ചൈതന്യമാണെന്ന് ഭഗവാൻ കാണുന്ന സമയത്താണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് ഭഗവാനെ സാധാരണ ഒരു മനുഷ്യനായിട്ട് കാണാം, വളരെയധികം ടാക്ടിക്കലായിട്ട് കൈകാര്യങ്ങൾ ചെയ്യുന്ന വളരെയധികം ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള ഒരാളാണ് കൃഷ്ണൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം മാറി അല്ലെ. എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന അദ്ദേഹത്തിന് ചെയ്തുകൂടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാഭാരതം കഥയില്ല. അല്ല, പക്ഷെ ഒരു സ്ത്രീയെ ഒരു സഭയിൽ അവഹേളിക്കുന്നത് ഒരു പക്ഷെ അവിടെ ശ്രീകൃഷ്ണൻ അദ്ദേഹം തന്നെ അവരെ സഹായിക്കുന്നുണ്ട് അല്ലെ, ആ വസ്ത്രം തീരാതെ അവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരുന്നിരുന്നെങ്കിൽ എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. ഒന്നാമത്തെ കാര്യം, ഈ ചൂതുകളിക്ക് വിളിക്കുന്ന സമയത്ത് കർണനിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു വരാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ചൂതുകളിക്ക് വിളിക്കുന്ന സമയത്ത് യുധിഷ്ഠിരൻ കൃഷ്ണനോട് പറയാതെയാണ് ചൂതുകളിക്ക് സമ്മതിക്കുന്നത്. കൃഷ്ണൻ അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. ഒന്നാമത് ഭഗവാൻ ആ സമയത്ത് അവിടെ ഇല്ലാതാനും, ഭഗവാൻ ദ്വാരകയിലാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇതിന്റെ ബേസ് തൊട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കൺഫ്യൂഷൻ മാറാൻ വേണ്ടിയിട്ടാണ്. യുദ്ധത്തിലൂടെ പാണ്ഡവർക്ക് അധികാരം തിരിച്ചു കൊടുത്തു എന്നാണ് നമ്മൾ പറയുക. യഥാർത്ഥത്തിൽ ഈ അധികാരം പാണ്ഡവർക്ക് ഭഗവാൻ കൊടുത്തതാണ്. ഇന്ദ്രപ്രസ്ഥം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഉണ്ടാക്കി അതിന്റെ രാജാവായിട്ട് യുധിഷ്ഠിരനെ അഭിഷേകം ചെയ്ത് രാജസൂയം നടത്തി ഒരു പൊടി ചോര പൊടിയാതെ ഒരു സാമ്രാജ്യം, ഒരു ധർമ്മ സാമ്രാജ്യം സൃഷ്ടിച്ച ആളാണ് കൃഷ്ണൻ അല്ലെ. അവിടെ ഒരാൾക്ക് പോലും ഒരു മരണം സംഭവിച്ചിട്ടില്ല, ഒരാൾക്കും വിധവയാവേണ്ടി വന്നിട്ടില്ല. വളരെ നല്ലൊരു എംപയർ സിസ്റ്റം ഉണ്ടാക്കി ഇനി ഭരിച്ചോളൂ എന്ന് പറഞ്ഞ് പോയ ആളാണ് ഭഗവാൻ. എവിടെ നിന്നാണ് ഈ പ്രശ്നം വരുന്നത്? നമുക്ക് തന്നെ ഉണ്ടാവുന്ന ഈഗോ ക്ലാഷുകൾ. ഈ ചൂതുകളി എന്ന് പറയുന്നത് ധർമ്മമാണെന്നും അതിൽ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ രാജധർമ്മത്തിന് എതിരാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് യുധിഷ്ഠിരൻ ചൂതുകളിക്ക് പോകുന്നത്. പ്രത്യേകിച്ച് അവിടെ എടുത്തു പറയുന്നുണ്ട്, കൃഷ്ണനോട് പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളൊരാളെ മാറ്റി നിർത്തുമ്പോൾ അദ്ദേഹത്തിന് പിന്നെ അവിടെ ഇടപെടുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ ചൂതുകളിയിൽ ഉണ്ടായിട്ടുള്ള കർണനോടുള്ള ഈ ചോദ്യം ഒന്നാമത് ചോദിക്കുന്നുണ്ടല്ലോ, നീ ഇപ്പോൾ കാണിച്ചത് ധർമ്മമാണ്, അപ്പോൾ പറയണത് നീ വേശ്യയാണ്, നിന്നെ ഒന്നും ചെയ്യുന്നതിലും തെറ്റില്ല. രണ്ടാമത്, അഭിമന്യുവിനെ വധിക്കുന്ന സമയത്തും കർണൻ നിശബ്ദത പാലിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യരുത്? ധർമ്മത്തെ വ്യാഖ്യാനിക്കരുത്. ഈ സമയത്ത് എൻ്റെ കയ്യിൽ ആയുധമില്ല, ഞാൻ രഥചക്രം പൊക്കുകയാണ്, ഇപ്പം എന്നെ കൊല്ലുന്നത് ധർമ്മമല്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ജീവിതത്തിലുടനീളം ധർമ്മം അനുസരിച്ച ആളാവണമായിരുന്നു. ഭഗവാൻ കർണനോട് തന്നെ പറയുന്നുണ്ട്, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യരുത്? ധർമ്മത്തെ വ്യാഖ്യാനിക്കരുത്. നമുക്ക് പ്ലസ് കിട്ടുന്ന സ്ഥലത്ത് മാത്രം ധർമ്മത്തെ എടുക്കുകയും
ബാക്കിയുള്ള സമയത്തൊക്കെ അതിനെതിരെ നിൽക്കുന്നതും ശരിയായിട്ടുള്ള രീതിയല്ല. ഇതിൽ കർണൻ കൺവിൻസ്ഡ് ആണെന്നുള്ളതാണ് പ്രശ്നം. ഇന്നത്തെ നമ്മുടെ കർണൻ ഫാൻസ് അത് സമ്മതിക്കില്ലെങ്കിലും കർണൻ കൺവിൻസ്ഡ് ആവുന്നുണ്ട് ഭഗവാന്റെ ആ മറുപടിയിൽ. ഈവൻ കർണന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഉദകക്രിയ ചെയ്യുന്നത്, ചിതയ്ക്ക് തീ കൊടുക്കുന്നതൊക്കെ കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണൻ തന്നെ യുദ്ധത്തിന് മുമ്പായിട്ട് പാണ്ഡവരുടെ പക്ഷത്തേക്ക് വരൂ, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് ചെയ്തു തരാം, അങ്ങാണ് പിന്നീട് രാജാവ് എന്ന് പോലും പറയുന്നുണ്ട്. ദ്രൗപദിയിൽ പോലും ഒരു അവകാശം ഉണ്ടാവും, കാരണം പാണ്ഡവരുടെ ഭാര്യയാണ് ദ്രൗപദി. അപ്പൊ അവിടെ കർണൻ പറയുന്നത്, അവിടെയാണ് കർണൻ ഗ്രേറ്റ് ആവുന്നത്. കാരണം ആരും ഇല്ലാത്ത സമയത്ത് എന്നെ നോക്കാൻ ദുര്യോധനെ ഉണ്ടായിട്ടുള്ളൂ, അല്ലെ? എല്ലാരും അവഹേളിച്ച സമയത്ത്, എന്നെ മാറ്റി നിർത്തിയ സമയത്ത് അദ്ദേഹം ഉണ്ടായിട്ടുള്ളൂ. എനിക്കറിയാം ഇത് അധർമ്മമാണെന്ന്, പക്ഷെ എന്റെ ധർമ്മം ഇതാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അത് വലിയൊരു മനസ്സുള്ള ആൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. ധർമ്മത്തിന്റെ പക്ഷത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ ധർമ്മം ഉണ്ട്. അവിടെ നോക്കൂ, അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അദ്ദേഹം ധർമ്മത്തെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും പൊതുവായിട്ടുള്ള ധർമ്മം വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അതിന്റെ ഒരു ദൃഷ്ടാന്താണ് കർണന്റെ മരണത്തിലൂടെ നമ്മൾ കാണേണ്ടത്. കാരണം തീർച്ചയായിട്ടും നല്ലൊരു മനുഷ്യനാണ്, വലിയൊരു വാരിയറാണ്, സൂര്യന്റെ പുത്രനാണ്, അതിന്റെ ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും, അല്ലെ? ഏറ്റവും അധികം സ്കില്ലുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം ചെയ്ത ചില അപരാധങ്ങൾ കൂടി നമ്മൾ കാണാതെ പോകരുത് എന്നുള്ള ഒരു ചെറിയ അഭ്യർത്ഥന എനിക്ക് കർണൻ ഫാൻസിന് കിട്ടുന്നുണ്ട്. അടുത്ത ഒരു സംഭവത്തിലേക്ക് വരുന്നത് ദ്രോണർ. അദ്ദേഹത്തെ ഒരിക്കലും തോൽപ്പിക്കാനാവില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം അദ്ദേഹത്തെ വധിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊല്ലണമെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ മകൻ അശ്വത്ഥാമാവ് മരിച്ചു എന്നൊരു നുണ ധർമ്മപുത്രനെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ അവിടെയും അധർമ്മമല്ലേ പ്രവർത്തിക്കപ്പെട്ടിട്ടുള്ളത്? നോക്കൂ, ആത്യന്തികമായിട്ടുള്ള ധർമ്മം എന്താണ് എന്നുള്ളതാണ്. ആർക്കാണ് നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ളത്? നീതി നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് പാണ്ഡവർക്കാണ്. ആരാണ് അവർക്ക് മേൽ അക്രമം നടത്തിയിട്ടുള്ളത്? അത് കൗരവരാണ്. നോക്കൂ, ഈ പറഞ്ഞ ധർമ്മയുദ്ധം എന്ന് പറയുന്ന യുദ്ധം ഒഴിവാക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ച ആളുടെ പേര് നമ്മൾ ആരും കാണാതെ പോകുന്നുണ്ട്. ആരാ? സാക്ഷാൽ കൃഷ്ണനാണ്. ഭഗവാൻ ദൂതിന് പോയി അവിടെ സംസാരിക്കുന്ന രംഗമുണ്ട്. അത് ഞാനൊക്കെ ബഹുമാനത്തോടു കൂടി കാണുന്ന ആചാര്യൻ ശരത്തേട്ടൻ എന്ന് പറയും. അദ്ദേഹം പറയുന്ന ഒരു പ്രസംഗം, ഭാഗവതത്തിലൊന്നും ഇത് കാണാൻ പറ്റില്ല. മഹാഭാരതത്തിന്റെ മൂലഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ കൗരവ സഭയിൽ പോയി നടത്തുന്ന അതിവിപുലമായിട്ടുള്ളൊരു പ്രസംഗം കേൾക്കാൻ സാധിക്കും. അത് വായിക്കണം. ഓരോ മലയാളിയും അല്ലെങ്കിൽ ഓരോ ഭാരതീയനും അത് വായിക്കണം എന്ന് ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ട്. കാരണം അതൊരു ഗംഭീര സ്പീച്ചാണ്. ഭഗവാൻ അവിടെ വിശ്വരൂപം കാണിച്ചു, ഭഗവാനെ പിടിച്ചു കെട്ടാമെന്നൊക്കെയാണ് നമ്മൾ പൊതുവിൽ പറഞ്ഞു വരുന്ന കഥ. അതല്ല, ഭഗവാൻ അവിടെ പറയുന്നത് നിങ്ങളുടെ മകന് അധികാരത്തിന്റെ തിമിര് കൊണ്ടും നിങ്ങൾക്ക് പുത്രസ്നേഹം കൊണ്ടും അന്ധത ബാധിച്ചിരിക്കുന്നു എന്നാണ് ധൃതരാഷ്ട്രയെ നോക്കിയിട്ട് ഭഗവാൻ പറയുന്നത്. അത് കഴിഞ്ഞ് മൂപ്പർ ആഡ് ചെയ്യുന്ന വളരെ പ്ലസന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. ഇപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകനെ നിയന്ത്രിക്കാം, വേണമെങ്കിൽ അവനെ പിടിച്ച് കൽത്തുറുങ്കിൽ അടയ്ക്കാം, അവന്റെ സ്വഭാവം ഭാവിയിലെങ്കിലും നന്നാവും. ഇല്ലെങ്കിൽ ഇത് തുടർന്ന് വെക്കുകയാണെങ്കിൽ അങ്ങേക്ക് എന്റെ അവസ്ഥ വരും എന്നാണ് കൃഷ്ണൻ പറയുന്നത്. എന്താണ് എന്റെ അവസ്ഥ എന്നുകൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്? ധർമ്മത്തിന് വേണ്ടി സ്വന്തം അമ്മാവനെ വധിക്കേണ്ടി വന്നവനാണ് ഞാൻ എന്നാണ് അവിടെ പറയുന്നത്. അതായത് എനിക്കറിയാം എന്റെ അമ്മയുടെ ചേട്ടനാണ്, അദ്ദേഹത്തെ എനിക്ക് കൊല്ലേണ്ടി വന്നു. എന്തിന്? ധർമ്മം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും നിയന്ത്രിച്ചാൽ അങ്ങേക്ക് എന്റെ അവസ്ഥ വരില്ല എന്ന് പറയുന്ന ഒരു കൃഷ്ണനെ നമുക്ക് എവിടെ കാണാൻ പറ്റും? മഹാഭാരതം കാണാം. ഈ കൃഷ്ണൻ നമ്മൾ എവിടെയും പ്രസന്റ് ചെയ്യില്ല, ഈ കൃഷ്ണൻ നമ്മൾ എവിടെയും പോർട്രേറ്റ് ചെയ്യില്ല. നമ്മൾ ഈ പറയുന്ന ഈ സോ കോൾഡ് ട്രിക്കുകൾ ഉപയോഗിച്ച് പാണ്ഡവരെ ഹെൽപ്പ് ചെയ്തു എന്ന് പറയുന്ന കൃഷ്ണനെ മാത്രമേ നമ്മൾ പറയുള്ളൂ. ഭഗവാനാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തി. ഇനി ദ്രോണരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ആത്യന്തികമായിട്ടുള്ള നീതി നടപ്പിലാവാൻ എന്ത് ചെയ്യണമോ അതൊക്കെ ഭഗവാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ധർമ്മം ഈ പറയുന്നത് നീതി കൊടുക്കുക എന്നുള്ളതാണ്. പാണ്ഡവരുടെ ഗുരുവാണ് ഈ പറയുന്ന ദ്രോണർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള അശ്വത്ഥാമാവ്, അശ്വത്ഥാമാവിന്റെ പേരുപയോഗിച്ചുകൊണ്ടാണ് ദ്രോണരെ മാനസികമായിട്ട് തളർത്തുന്നത്. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം മരിച്ചു. അപ്പം ഈ പെട്ടെന്ന് പറയുകയാണ്, പാണ്ഡവരുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് പെട്ടെന്നൊരു വോയിസ് വരുന്നു, അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ദ്രോണർക്ക് ഒരു കൂസവുമില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം, ഇദ്ദേഹത്തെ മഹാരഥന്മാരിൽപ്പെട്ട ഒരാളാണ് അശ്വത്ഥാമാവ്, അദ്ദേഹത്തെ പെട്ടെന്ന് വധിക്കാൻ സാധിക്കില്ല. അപ്പൊ അദ്ദേഹം എങ്ങനെ മരിച്ചു? അദ്ദേഹം മരിക്കാൻ യാതൊരു ചാൻസും ഇല്ല. എങ്കിലും ഈ ഘോഷം കണ്ട് അദ്ദേഹം ധർമ്മപുത്രരോടാണ് ചോദിക്കുന്നത്, നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം, കാരണം നീ ധർമ്മം മാത്രമേ പറയുള്ളൂ, അല്ലെ? യമന്റെ പുത്രനാണ്, ധർമ്മം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ദേവത ആരാണോ അതിന്റെ പുത്രനാണ്. നീ നുണ പറയില്ല എന്ന് എനിക്കറിയാം, നീ പറ അശ്വത്ഥാമാവ് മരിച്ചോ? അപ്പൊ ഈ സമയത്താണ് ഭഗവാൻ ഭീമനെ കൊണ്ട് അശ്വത്ഥാമാവ് എന്ന് പറയുന്ന ഒരു ആനയെ അടിച്ച് കൊല്ലിക്കും, അല്ലെ? അപ്പോൾ അശ്വത്ഥാമാവ് മരിച്ചു എന്ന് അദ്ദേഹം ഉറക്കുകയും അശ്വത്ഥാമാവ് എന്ന ആന എന്നുള്ളത് പതുക്കെയും പറഞ്ഞതാണ്. നുണ പറഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല. അശ്വത്ഥാമാവ് മരിച്ചു എന്നുള്ളത് ഉറക്കെ പറഞ്ഞു, അശ്വത്ഥാമാവ് എന്ന ആന എന്നുള്ളത് പതുക്കെ പറഞ്ഞു. ഇത് കേട്ടാണ് അദ്ദേഹം നിരായുധനാവുന്നത്, അദ്ദേഹത്തിന്റെ വില്ലൊക്കെ താഴെ വെക്കുന്നത് ദ്രോണർ. ആ സമയത്താണ് ദൃഷ്ടദ്യുമ്നൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ജനിച്ച ഒരാളുണ്ട്. ഇവരുടെയൊക്കെ അച്ഛനുണ്ട്, ഈ ദ്രൗപദിയുടെയും അതുപോലെ തന്നെ ദൃഷ്ടദ്യുമ്നന്റെ അച്ഛനായിട്ടുള്ള ദ്രുപദൻ. ഇദ്ദേഹത്തെ പാണ്ഡവരെയും കൗരവരെയും ഉപയോഗിച്ചുകൊണ്ട് പണ്ട് ദ്രോണര് പിടിച്ചു കെട്ടി വരിഞ്ഞു കെട്ടി അദ്ദേഹത്തെ അപമാനിച്ചിട്ടുണ്ട്. ആ സമയത്ത് ദ്രൗപദിയുടെ അച്ഛനായിട്ടുള്ള ഈ ദ്രുപദൻ ഒരു യാഗം നടത്തും. അദ്ദേഹത്തിന്റെ യാഗത്തിന്റെ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ,
ദ്രോണരെ കൊല്ലാൻ ഒരു മോൻ വേണം അല്ലെ. അങ്ങനെയാണ് യാഗാഗ്നിയിൽ നിന്ന് ദ്രൗപദിയും അതുപോലെ തന്നെ ദൃഷ്ടദ്യുമ്നും ഉണ്ടാവുന്നത്. അദ്ദേഹമാണ് ഈ സമയത്ത് പോയിട്ട് വധിക്കുന്നത്. നമുക്ക് ഇതൊക്കെ കണക്റ്റഡ് ആണ് അല്ലെ. പൊതുവിൽ ഇങ്ങനെ മഹാഭാരതത്തിന്റെ ബ്യൂട്ടി തന്നെ അതാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവന്നു ഒരു വലിയൊരു സ്ക്രിപ്റ്റ് പോലെ നമ്മൾ കാണുന്ന പോലെ കണക്ട് ചെയ്തിരിക്കുന്നു. ആത്യന്തികമായിട്ടുള്ള ധർമ്മം പുനഃസ്ഥാപിക്കണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ, ധർമ്മ സംസ്ഥാപനത്തിനാണ് ഭഗവാന്റെ അവതാരം ഉണ്ടായിട്ടുള്ളത്. നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതി കൊടുക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി. അതിന് തടസ്സമായി നിൽക്കുന്ന ഓരോരോ കാര്യങ്ങളെയും ഭഗവാന്റേതായിട്ടുള്ള ഐഡിയോളജി ഉപയോഗിച്ച് മാറ്റിയിട്ടുണ്ട്. അതിലൊന്നു മാത്രമാണ് ദ്രോണര് അവിടെ നിലനിൽക്കുകയാണെങ്കിൽ ഒരു കാലത്തും പാണ്ഡവർക്ക് ജയിക്കാൻ സാധിക്കില്ല, ഒരു കാലത്തും ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടില്ല. അപ്പൊ ധർമ്മം പുനഃസ്ഥാപിക്കപ്പെടാൻ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് ഭഗവാന്റെ ലൈൻ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ശിശുപാലനെ വധിക്കുന്നുണ്ട്, ചക്രം ഉപയോഗിച്ച് ഒരു പെട്ടെന്ന് വരുന്ന ആ ഒരു രൗദ്രത്തിന്റെ പുറത്ത് അദ്ദേഹത്തെ വധിച്ചു കളയുവാണ് ശിശുപാലനെ. അതുപോലെ തന്നെ രുക്മിയുടെ തല മൊട്ടയടിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഭഗവാനും ദേഷ്യത്തിന്റെ പുറത്ത്, ക്രോധത്തിന്റെ പുറത്ത് ഈ ധർമ്മം എത്രത്തോളം അനുശാസിക്കാൻ സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ധർമ്മം കൈവിട്ടു പോയിട്ടില്ലേ എന്നുള്ളതാണ് എന്റെ സംശയം. ഒന്ന്, ഇപ്പോ ഇതിനെ ഞാൻ രണ്ട് രീതിയിൽ ഉത്തരം പറയാം. ഒന്ന് ഒരു കഥാരൂപത്തിൽ ഉത്തരം പറയാം, രണ്ട് തത്വരൂപത്തിൽ ഉത്തരം പറയാം. ഒന്ന് കഥയായിട്ട് എടുക്കാം നമുക്ക്. ആദ്യത്തെ കഥ, ഈ ശിശുപാലനെ ഭഗവാൻ വധിക്കുന്നു. രാജസൂയ സമയത്ത് അഗ്രപൂജ നടക്കുന്നു. ആരെയാണ് പൂജിക്കപ്പെടേണ്ടതെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണന്റെ പേര് പൊതുവിൽ സദസ്സിൽ നിന്ന് വരുന്നു. കൃഷ്ണനെ പൂജിക്കുന്ന സമയത്താണ് ശിശുപാലൻ എഴുന്നേറ്റ് നിന്ന് ഈ ഗോപാലനെയാണോ, ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ടവനെയാണോ, ഈ ഒരുപാട് സ്ത്രീകളുടെ പുറകെ നടന്നവനെയാണോ എന്നൊക്കെ പറഞ്ഞ് ദ്വേഷിക്കും. ഇദ്ദേഹത്തിനൊരു വരം ഭഗവാൻ തന്നെ കൊടുത്തിട്ടുണ്ട്, 100 അപരാധങ്ങൾ വരെ ക്ഷമിക്കാം. 101ാമത്തെ അപരാധം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. 100 ചീത്ത വിളി ഇരുന്ന് കേൾക്കുന്ന കൃഷ്ണനെ നിങ്ങൾക്ക് അവിടെ കാണാം അല്ലെ. ഈ കൃഷ്ണൻ ഇരുന്ന് കേട്ട് 101ാമത്തെ ചീത്ത അത് ദ്രൗപദിയെ കണക്ട് ചെയ്തിട്ടാ പറയാ. നീയും ദ്രൗപദിയും തമ്മിലുള്ള ബന്ധം എന്നൊക്കെ എന്താന്നൊക്കെ നാട്ടുകാർക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് അത് ഭഗവാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാളെ കൂടി കണക്ട് ചെയ്ത് പറയുമ്പോഴാണ് ഈ പറയുന്ന ദേഷ്യം. നോക്കൂ, എത്രയൊക്കെ നാരായണന്റെ അവതാരമാണെന്ന് പറഞ്ഞാലും, മഹാവിഷ്ണു ആണെന്ന് പറഞ്ഞാലും, പരബ്രഹ്മാണെന്ന് പറഞ്ഞാലും, മനുഷ്യ ശരീരം എടുത്ത് നാട്ടിൽ കൂടെ ജീവിക്കുകയാണെങ്കിൽ മനുഷ്യന്റെ ഇമോഷൻസ് ആർക്കും ഉണ്ടാവും. അത് രാമനിലുണ്ട്, കൃഷ്ണനിലുണ്ട്, എല്ലാവരിലും ഉണ്ട്, പരശുരാമനിലുണ്ട്. മനുഷ്യ ശരീരം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യ ശരീരത്തിന്റെ ഇമോഷൻസിലൂടെ നമ്മൾ കടന്നു പോയേ പറ്റുള്ളൂ, വേറെ നിവൃത്തിയില്ല. അത് ഭഗവാനും ഉണ്ട്, എല്ലാ വികാരങ്ങളും ഭഗവാനുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ ശിശുപാലനെ വന്ന ദേഷ്യത്തിന് ഭഗവാൻ നിഗ്രഹിച്ചില്ലേ എന്നുള്ളതാണ്. ആ ശിശുപാലന് മോക്ഷം കൊടുത്തു എന്നാണ് യഥാർത്ഥത്തിൽ പറയാം. ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ബാക്കി പറയാം. ഈ ശിശുപാലൻ എന്ന് പറയുന്ന വ്യക്തി യഥാർത്ഥത്തിൽ ആരാണ് എന്ന് മനസ്സിലാക്കുക. അത് ഭഗവാന്റെ തന്നെ ആദ്യ സ്വരൂപമായിട്ടുള്ള നാരായണമൂർത്തി വൈകുണ്ഠത്തിലെ ഭഗവാന്റെ 2 കാവൽക്കാരായിരുന്നു ജയനും വിജയനും. ഈ ജയനെയും വിജയനെയും കാണാൻ പണ്ട് സപ്തർഷികൾ വന്ന സമയത്ത് ഇവര് ചെറിയ കുട്ടികളാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന കൃത്യമായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാത്ത ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ അപമാനിക്കുകയും ഇവരെ ശപിക്കുകയും ചെയ്തു എന്നാണ് മുനികൾ. നിങ്ങൾ 3 ജന്മം അസുരന്മാരായിട്ട് ജനിക്കട്ടെ. അപ്പൊ അവർ ശാപമോക്ഷം ചോദിക്കുന്ന സമയത്താണ് പറയുന്നത്, നിങ്ങളെ ഭഗവാൻ തന്നെ വന്ന് നിങ്ങളെ നിഗ്രഹിച്ച് നിങ്ങൾക്ക് മോക്ഷം തരുന്നുള്ളത്. ഈ ജയനും വിജയനുമാണ് ആദ്യത്തെ ജന്മത്തിൽ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവായിട്ട് ജനിക്കുന്നത്. ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹാവതാരം എടുത്ത് നിഗ്രഹിക്കും, ഹിരണ്യകശിപുവിനെ ഭഗവാൻ നരസിംഹമായിട്ട് വന്ന് നിഗ്രഹിക്കും. 2ാമത്തെ ജന്മത്തിലാണ് ഇവര് രാവണനും കുംഭകർണനുമായിട്ട് ജനിക്കുന്നത്. അവരെ ഭഗവാൻ രാമാവതാര സമയത്ത് നിഗ്രഹിക്കും. 3ാമത്തെയും ഇവരുടെ അവസാനത്തെയും ജന്മമായിരുന്നു ഒരാള് ശിശുപാലനായിട്ടും ഒരാള് ദന്തവക്രൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ മൂപ്പരുടെ ഫ്രണ്ടാ. ഇവർ രണ്ടുപേരുമായിട്ട് ജനിക്കുന്നത്. ഇവർ രണ്ടുപേരെയും ഭഗവാൻ നിഗ്രഹിച്ചു. യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നത്? അവരുടെ പൂർവ്വസ്വരൂപമായിട്ടുള്ള ഭഗവാന്റെ തന്നെ പാർഷദന്മാർ, ഭഗവാന്റെ കാവൽക്കാർ എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്വത്തിലേക്ക് ഭഗവാൻ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണ് അതിന്റെ കഥ. ഇനി ഇപ്പൊ ഈ 2ാമത് പറഞ്ഞ ഭാഗം, ഈ രുക്മിയെ ഭഗവാൻ ഈ പറയുന്ന തല മുണ്ടനം ചെയ്ത് പകുതിയൊക്കെ ആക്കി വിട്ടല്ലോ, അപമാനിച്ചല്ലോ എന്ന് പറയുന്നു. ഇത് രുക്മിണിയുടെ കല്യാണ സമയത്ത് ശിശുപാലന് വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിട്ടുള്ള രുക്മിണി എന്ന് പറയുന്ന കുട്ടിയെ അദ്ദേഹത്തിന്റെ കത്ത് കിട്ടിയ പ്രകാരം ഭഗവാൻ രാക്ഷസ വിധി പ്രകാരം തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചു എന്നാണ് നമ്മൾ പറയാ. ഇത് കഥ നമുക്കറിയാം. ഇതിന്റെ ഇടയിൽ ചോദിക്കാൻ വരുന്ന രുക്മിണിയാണ് ഭഗവാൻ വധിക്കാൻ പോവുക ചെയ്യുക. ആദ്യം വാളെടുത്ത് വെട്ടാൻ നിൽക്കുന്നത്. അപ്പൊ ആ സമയത്താണ് ബലഭദ്രൻ വന്ന് ഉപദേശിക്കും, ഈ കുട്ടിയുടെ ആങ്ങളെയാണ്, ഈ കല്യാണ ദിവസം ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോഴാണ് മരണത്തിന് തുല്യം എന്നുള്ള രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്ത് അപമാനിച്ച് വിടുക. അപമാനം എന്ന് പറയുന്നത് മരണത്തെക്കാൾ മുകളിൽ നിൽക്കുന്ന ഒന്നാണെന്ന് നമ്മൾ പറയാം. അങ്ങനെ അപമാനിച്ചു വിടും. ഇതിന്റെ കഥ. ഇതിന്റെ തത്വാർത്ഥത്തിലേക്ക് വരികയാണെങ്കിൽ രുക്മിണി എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പോലുള്ള മനസ്സാണ്. നമ്മളാണ് രുക്മിണി. ഭഗവാൻ എന്ന് പറയുന്നത് ആത്യന്തികമായിട്ടുള്ള ചൈതന്യം. നമ്മൾ എവിടെ പോയി ചേരണമോ ആ ചേരേണ്ട സ്ഥലം. നമ്മളെ ഈ ഭഗവാനിലേക്ക് ചേർക്കാൻ ആര് സമ്മതിക്കില്ല?
ഈ രുക്മി സമ്മതിക്കില്ല. രുക്മി എന്ന് പറയുന്നത് നമ്മുടെ വാസനകളാണ്, നമുക്കുള്ള ഈ സോ കോൾഡ് ടേസ്റ്റുകൾ ഉണ്ടല്ലോ, ഈ ടേസ്റ്റുകൾ നമ്മുടെ വാസനകളെയാണ് രുക്മി എന്ന് വിളിക്കുന്നത്. ഈ രുക്മിക്ക് എപ്പോഴും നമ്മളെ ശിശുപാലന് കൊടുക്കാനാണ് താല്പര്യം, ഈ ടെമ്പററി ആയിട്ടുള്ള സുഖങ്ങൾക്ക് കൊണ്ടേ കൊടുക്കാനാണ് താല്പര്യം. അപ്പോൾ അത് നമുക്ക് താല്പര്യമില്ല. എന്ത് വേണം, നമുക്ക് ഭഗവാനിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ രുക്മി എന്ന് പറയുന്ന തടസ്സത്തെ ഭഗവാൻ തന്നെ നീക്കി തരും നമുക്ക് എന്നാണ് പറയുക. എങ്ങനെ? രുക്മിണിയെ പോലെ നമ്മൾ മാറണം. രുക്മിണിയെ പോലെ ഭക്തി നമുക്കുണ്ടെങ്കിൽ രുക്മിയാകുന്ന വാസനകളെ ഭഗവാനാകുന്ന ബ്രഹ്മം നമുക്ക് മുമ്പിൽ നീക്കി തരുന്നതാണ് ആ കഥ കൊണ്ട് അർത്ഥാക്കുന്നത്. അല്ലാതെ ഒരാളെ തല മുട്ടയടിച്ച് വിട്ടു എന്ന് മാത്രം കണക്കാക്കാതിരിക്കുക. എല്ലാ കഥകൾക്കും പുറകിൽ ഈ ധർമ്മത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു തത്വമുണ്ട്. ആ തത്വം മനസ്സിലാക്കാൻ വേണമെന്നാണ് പൊതുവിൽ ആചാര്യന്മാർ പറയാറുള്ളത്. കൃത്യമായിട്ട് ഉള്ളൊരു വലിയൊരു സംശയമാണ്, മഹാഭാരതം സത്യമാണോ, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ, എന്താണ് അതിനെ കുറിച്ച് പറയാൻ? ഇതിനെ കുറിച്ചിട്ട് വലിയ വലിയ ചിന്തകന്മാർ വരെ പറയുന്നത് ഇതിലില്ലാത്തതൊന്നും പുറത്തില്ല, ഇതിലുള്ളതേ എല്ലായിടത്തും ഉള്ളൂ എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ വിശേഷണം. മഹാഭാരതത്തിൽ പറയാത്ത കോണ്ടെക്സ്റ്റ്, തിയറി, ഫിലോസഫി ഇതൊന്നും നിങ്ങൾക്ക് ഇന്നത്തെ ലോകത്ത് പോലും, ഇന്ന് പോലും നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ പോലും എന്ത് ചർച്ച ചെയ്യുന്നു? മഹാഭാരതം ചർച്ച ചെയ്യുന്നു. കാരണം അപ്പോൾ പോലും എത്രയോ കാലം 5000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നു എന്ന് പറയപ്പെടുന്ന ആ ഒരു കാര്യം ഇപ്പോഴും റെലവെന്റ് ആണ്. എന്ന് വെച്ചാൽ അത് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ചാക്രികമായിട്ടുള്ള ഈ യുഗങ്ങളുടെ ആവർത്തന സമയത്ത് അത് നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുമ്പോൾ ആ നടന്നില്ലേ എന്നുള്ള ചർച്ചയ്ക്ക് മുകളിലായിട്ട് അതിൽ നിന്ന് ഉൾക്കൊണ്ടതായിട്ടുള്ള തത്വങ്ങളെ ഉൾക്കൊള്ളണം എന്നുള്ളതാണ് വേണ്ടത്. കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിച്ചെടുത്തു, അവർക്ക് കുറെ ആൾക്കാർക്ക് രാജ്യം കിട്ടി, കുറെ ആൾക്കാർക്ക് സ്ത്രീകൾക്ക് വിധവയായിട്ട് വന്നു, കുറെ ആളുകൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നതിനേക്കാൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള തത്വങ്ങളെ മനസ്സിലാക്കുക എന്നാണ് പറയുക. പൊതുവിൽ പറഞ്ഞു വരുന്നൊരു കാര്യമുണ്ട്, ഈ എല്ലാ പുരാണങ്ങളും ഏത് പുരാണം എടുത്താലും ആ പുരാണങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ഭാഷ ഏതാ വെച്ചാൽ നമ്മൾ പൊതുവിൽ സംസ്കൃതം എന്ന് പറയും. സംസ്കൃതമല്ല യഥാർത്ഥത്തിൽ, അതിനെ നമ്മൾ വിളിക്കുക സമാധി ഭാഷ എന്നാണ്. സമാധി ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാചാര്യൻ, ഇപ്പൊ വ്യാസനാണല്ലോ മഹാഭാരതം എഴുതുന്നത്, അദ്ദേഹത്തിന്റെ ജ്ഞാനദൃഷ്ടിയിൽ അദ്ദേഹം കണ്ട കാര്യങ്ങളാണ് അദ്ദേഹം പകർത്തുന്നത്. എന്ന് വെച്ചാൽ നമ്മളൊരു സ്വപ്നം കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന എലമെന്റ്സ് ഉണ്ടല്ലോ, അതുപോലെ കാണുന്ന കാര്യങ്ങളെ പകർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് തന്നെ നമുക്കൊരു സ്വപ്നം കണ്ടാൽ നമുക്കറിയാം, നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഇന്റർപ്രറ്റ് ചെയ്യും. ഇത് ഇന്ന കാര്യം കൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ കണ്ടത്. അതുപോലെ സമാധ്യാവസ്ഥയിൽ അവർക്ക് തോന്നിയ കഥകൾ അവർ എഴുതുകയും അതിനെ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇന്നത്തെ തലത്തിലേക്ക് അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള തലത്തിലേക്ക് അതിനെ മാറ്റം വേണമെന്നാണ് പറയുക. അങ്ങനെ മാറ്റുമ്പോഴേ അവർ എഴുതിയതിന് എന്തെങ്കിലും വാല്യൂ ഉള്ളൂ, ഇല്ലെങ്കിൽ അത് സാധാ ഒരു മുത്തശ്ശി കഥയായിട്ട് മാത്രം അവശേഷിക്കും. അതുകൊണ്ട് യാതൊരു കാര്യമില്ല. മഹാഭാരതം മുത്തശ്ശി കഥയാവാത്തത് എല്ലാ കാലത്തും അതിന് വ്യാഖ്യാനം കൊടുക്കുന്ന വലിയ വലിയ മഹാന്മാരുണ്ടായതുകൊണ്ടാണ്. ഇപ്പൊ താങ്കൾ സംസാരിക്കുമ്പോൾ ധർമ്മം 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 എന്ന് ഒരുപാട് തവണ പറയുന്നുണ്ട്. അപ്പം എന്താണ് കൃത്യമായിട്ട് പറഞ്ഞാൽ ധർമ്മം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഈ കാലഘട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനെ പൊതുവിൽ നമ്മൾ കലി എന്നാണല്ലോ വിളിക്കുക. കലിയുഗമാണ്. ധർമ്മത്തിന് ഏറ്റവും കൂടുതൽ ശോഷണം സംഭവിക്കുന്ന സമയത്തെയാണ് കലി എന്ന് വിളിക്കുന്നത്. ഈ ധർമ്മം എന്നുള്ള പോയിന്റ് വളരെ എളുപ്പമാണ്. ഇതിന് വലിയ സംസ്കൃതമോ റോക്കറ്റ് സയൻസോ ഒന്നും നമ്മൾ പഠിക്കേണ്ടതായിട്ടില്ല. നമ്മൾ അനുഷ്ഠിക്കുന്ന, നമുക്ക് തോന്നുന്ന, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൊണ്ട് മറ്റൊരു മനുഷ്യന് ഉപദ്രവമോ വിഷമോ സങ്കടമോ വരാത്ത ഏത് കാര്യവും ധർമ്മമാണ്. നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രവൃത്തിക്ക് എപ്പോഴും ഈ ഭൂമിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ജീവജാലത്തിനടക്കം അതുകൊണ്ട് എന്തേ സംഭവിക്കാൻ പാടുള്ളൂ? നന്മയെ സംഭവിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു പ്രവൃത്തിയെ മാത്രമേ എന്ത് വിളിക്കാൻ സാധിക്കുള്ളൂ? ധർമ്മം. അതല്ലാതെ അതിന്റെ ഗുണഭോക്താക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പോലും ഒരു ഹൃദയവിഷമമോ ഒരു പ്രയാസമോ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ധർമ്മമല്ല, അത് അധർമ്മമാണ്. അതുകൊണ്ട് ആ ജീവജാലത്തിന് പോലും അത് കിട്ടരുതെന്ന് കണക്കാക്കിയ ആളുകളെയാണ് ഭഗവാൻ ഇങ്ങനെ പെഴുത് മാറ്റിയത്. നമ്മൾ രാമായണത്തിലേക്ക് വരുമ്പോൾ രാമനും അപ്പോൾ ധർമ്മം മാത്രം പ്രവർത്തിച്ചിരുന്നതാണോ, അല്ലെങ്കിൽ രാമൻ ധർമ്മത്തിന് വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചതെല്ലാം എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? തീർച്ചയായിട്ടും. ഞാൻ കൃഷ്ണനേക്കാൾ ഉപരിയായിട്ട് ഇപ്പൊ നോക്കൂ, ആ ശ്ലോകം തന്നെ വരുന്നത് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ്. ധർമ്മത്തിനൊരു പ്രതിരൂപം ഉണ്ടെങ്കിൽ അത് രാമനാണെന്നാണ് പറയുക. രാമൻ എപ്പോഴും 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 ധർമ്മത്തിന് വേണ്ടി മാത്രമേ നിലകൊണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ചില എലമെന്റ് വരും. അതിൽ ഏറ്റവും വലുതാണ് സീതയുടെ ത്യാഗം, സീതാത്യാഗം അല്ലെ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് ഒരു ഭരണാധികാരിയുടെ ധർമ്മമാണോ ഒരു ഭർത്താവിന്റെ ധർമ്മമാണോ ഏറ്റവും വലുത് എന്ന ചോദ്യത്തിന് മുമ്പിലാണ് ഭഗവാന് സീതയെ ഉപേക്ഷിക്കേണ്ടി വരുന്നത്. എന്ന് വെച്ചാൽ ഭഗവാൻ വേഷം മാറി സംസാരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വളരെ വൈകി വീട്ടിലേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന അലക്കുകാരൻ അദ്ദേഹത്തോട് ചോദിക്കുന്നു, നിനക്ക് തോന്നുമ്പോൾ കയറി വരാനൊന്നും പറ്റില്ല, നീ എവിടെയെങ്കിലും പോയി കയറി വന്നാൽ നിന്നെ സ്വീകരിക്കാൻ ഞാൻ വലിയ ശ്രീരാമനൊന്നും അല്ല എന്നാണ് അദ്ദേഹം പറയുക. ഈ വാക്കാണ് ഭഗവാന് കൊള്ളുന്നത്. കാരണം എൻ്റെ പേര് പറഞ്ഞിട്ട് നാട്ടുകാർ ഈ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ തോട്ടിൽ നിന്നാണ് സീതയെ ഉപേക്ഷിക്കേണ്ട രീതിയിലേക്ക് ഭഗവാൻ വരുന്നത്. നോക്കൂ, ഒരു പൊളിറ്റിക്കൽ ലൈഫ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ലൈഫൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവരുടെ പേഴ്സണൽ ലൈഫിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അവരുടെ പബ്ലിക് ലൈഫിലേക്കാണ് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു പബ്ലിക് ലൈഫിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന പ്രത്യേകിച്ച് ഒരു റൂളർക്ക്, ഒരു ഭരണാധികാരിക്ക്
അദ്ദേഹത്തിന്റെ കുടുംബം മാത്രമല്ല അദ്ദേഹത്തിന്റെ കൺസേൺ, അദ്ദേഹത്തിന് വലിയൊരു കുടുംബം വേറെയുണ്ട്, അദ്ദേഹം ഭരിക്കുന്ന രാഷ്ട്രം, അതിന്റെ മൊത്തം ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പൊ അഗ്നി പരീക്ഷ അതില് സീതയ്ക്കൊന്നും സംഭവിക്കുന്നില്ല, എന്നിട്ട് കൂടിയും എന്തുകൊണ്ടാണ് സീതയെ രാമൻ ഉപേക്ഷിച്ചത്? അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും ഒരു ഭരണാധികാരിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പേഴ്സണൽ ആയിട്ടുള്ള ഇന്റൻഷൻസിന് വേണ്ടി സ്വകാര്യമായിട്ടുള്ള ദുഃഖങ്ങളിൽ അടിമപ്പെടരുത് ഒരു ഭരണാധികാരി. ഇപ്പൊ നോക്കൂ, മഹാത്മജി പോലും പറയുന്ന രാമരാജ്യം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അല്ലെ, രാമരാജ്യത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നതാണ് മഹാത്മജി അന്ന് കണ്ട വലിയ സ്വപ്നം. ആ രാമരാജ്യത്തിൽ അദ്ദേഹം എടുക്കുന്ന വലിയൊരു കൺസെപ്റ്റ് ആണ് ഈ സീതയുടെ ത്യാഗം. എപ്പോ സ്വന്തം ഭാര്യയെ പോലും ഉപേക്ഷിക്കാൻ സാധിക്കും ആർക്ക്? ജനങ്ങളോട് അതിതീവ്രമായിട്ടുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ഭരണാധികാരിക്ക്. ഒരു ഭർത്താവിന്റെ ധർമ്മമാണോ ഭരണാധികാരിയുടെ ധർമ്മമാണോ വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭരണാധികാരിയുടെ ധർമ്മമാണ് വലുത്. കാരണം ഭരണാധികാരിയുടെ ധർമ്മത്തിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണമാണ് ഭർത്താവിന്റെ ധർമ്മത്തിന്റെ ഗുണഭോക്താക്കളുടെ എണ്ണത്തേക്കാൾ കൂടുതൽ. ഒന്ന് ഒരു ഫാമിലി, ഒരു പേഴ്സൺ ആണ്, മറ്റേതൊരു എൻറ്റയർ കൺട്രി, ഒരു രാജ്യം മുഴുവനാണ് അതിന്റെ ഉത്തരവാദിത്വം വരുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ തുലനം ചെയ്ത് നോക്കുമ്പോൾ ഏത് ധർമ്മമാണോ വലുത്? ഇപ്പൊ ലാലേട്ടൻ പറയാറില്ലേ, വലിയ തെറ്റുകളും ചെറിയ തെറ്റുകളും ഉള്ളു യുദ്ധത്തിലെ, അതുപോലെ വലിയ ധർമ്മമാണോ ചെറിയ ധർമ്മമാണോ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ എപ്പോഴും വലിയ ധർമ്മത്തെ മുറുകെ പിടിക്കാനാണ് രാമൻ നോക്കിയിട്ടുള്ളത്. ഇതുപോലെ പല സന്ദർഭങ്ങളും രാമായണത്തിൽ കാണാം. ഇപ്പൊ ബാലിയെ ഒളിഞ്ഞു നിന്ന് അമ്പ് ചെയ്യുന്നത് എല്ലാവരും പെട്ടെന്ന് പറയും ബാലിയുടെ പകുതി ശക്തി ആരാണോ എതിർത്ത് നിൽക്കുന്നത് അവർക്ക് കിട്ടും, അത് ഒഴിവാക്കാനല്ലേ ഭഗവാൻ അങ്ങനെ ചെയ്തത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഭഗവാൻ ചെയ്തത്. പക്ഷെ ബാലി വലിയ അധർമ്മം പ്രവർത്തിച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ട് നമ്മൾ ആര് കാണാതെ പോകുന്നു? ബാലിയുടെ അനുജനായിട്ടുള്ള സുഗ്രീവന്റെ പത്നിയായിട്ടുള്ള രമ എന്ന് പറയുന്ന സ്ത്രീയെ, വാനര സ്ത്രീയാണ് അവരെ ബാലി ഭാര്യയായിട്ട് വെക്കുന്നു. ഭാര്യ അമ്പ് കൊണ്ട് കിടക്കുമ്പോൾ രാമനോട് ചോദിക്കുന്നുണ്ട്, നീ വലിയ ധർമ്മിഷ്ഠനല്ലേ, എന്നെ ഒളിഞ്ഞിന്ന് കൊല്ലുന്നതാണോ നിന്റെ ധർമ്മം എന്ന് ചോദിക്കുമ്പോൾ കർണനോട് ഭഗവാൻ കൃഷ്ണൻ ചോദിച്ച അതേ ചോദ്യം, നിന്റെ ഇഷ്ടത്തിന് എന്ത് ചെയ്യരുത്, ധർമ്മത്തിനെ വ്യാഖ്യാനിക്കുകയും ചെയ്യരുത്. നിന്റെ മകളെ പോലെ കാണേണ്ട രമയെ നീ ഭാര്യയാക്കി വെച്ചു. ആ ധർമ്മം എവിടെ പോയിട്ട് നമ്മൾ പറയും അല്ലെ? അപ്പൊ നമുക്ക് എപ്പോഴും നമ്മൾ ഈശ്വരനോട് പോലും ഞാൻ പൊതുവിൽ പറയാറുണ്ട്, ഈശ്വരനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കണം എന്നുണ്ടെങ്കിൽ ആ ധർമ്മബോധം, ഭക്തി നമ്മൾ ഒരു കടുകിണ പോലും വ്യത്യാസമില്ലാതെ തുടർന്നവർക്ക് മാത്രമേ ഭഗവാനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ സാധിക്കുള്ളൂ. ഈ ധർമ്മം നീതി എന്ന് പറയുന്നത് പോലെ തന്നെ കർമ്മം വിധി എന്ന് പറയുന്നത്, ഒരു പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് കർമ്മത്തിലാണ്. കർമ്മമാണ് കർമ്മ, അതാണ് കറക്റ്റ് കാര്യം. കർമ്മ എന്താണോ, ഞാൻ എന്ത് തരുന്നോ അതാണ് എനിക്ക് തിരിച്ചു കിട്ടുന്നത് എന്നാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നത്. അവിടെ വിധി എന്ന് പറയുന്നത്, ഇപ്പം ഒരു വ്യക്തി ജനിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഇന്നതാണ് ഒരു വിധി എന്നാണ് നമ്മൾ പണ്ട് വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും തലമുറകൾ മുന്നോട്ട് പോകുമ്പോൾ കർമ്മയിലാണ് വിശ്വസിക്കുന്നത്. ഇതിൽ ഏതാണ് സത്യം, എന്തിലാണ് വിശ്വസിക്കേണ്ടത്? തീർച്ചയായിട്ടും കർമ്മത്തിൽ വലിയതായിട്ടുള്ള ഒരു പങ്കുണ്ട്. ഒന്ന്, വിധി മാറ്റമില്ല എന്നല്ല ഞാൻ പറയുന്നത്, വിധി പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല, കർമ്മത്തിന് പ്രാധാന്യം കൂടുതലാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു അത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. എന്റെ സംശയം ഇപ്പൊ ഈ പറയുന്ന വിധി വിധിച്ചതാണെങ്കിൽ പിന്നെ എന്തിനാണ് കർമ്മ? അതാണ് എന്റെ സംശയം. ഇത് വളരെ രസകരമായിട്ടുള്ള ഇതിന്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ നേരത്തെ ഞാൻ പറഞ്ഞ ശരത്തേട്ടൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ പൂന്താനം എന്ന് പറയുന്ന ഒരു ഭക്തൻ ഉണ്ടായിരുന്നു അല്ലെ. ഈ പൂന്താനം എന്ന് പറയുന്ന ഭക്തന്റെ കഥ എങ്ങനെ ഉണ്ടാവണേ? അദ്ദേഹം വലിയ ഗുരുവായൂർ ഭക്തനായിരുന്നു. അദ്ദേഹത്തിന് ദീർഘനാൾ കുട്ടികൾ ഉണ്ടായില്ല. ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്തു? മരിച്ചു. ഇതാണ് സ്റ്റോറി. വളരെ വളരെ ആഗ്രഹിച്ചുണ്ടായ, എത്രയോ കാലം കാത്തിരുന്നുണ്ടായ കുട്ടിയാണ്. ആ കുട്ടിയാണ് 5 മാസം 6 മാസം കഴിയുമ്പോഴേക്കും മരിച്ചു പോകുന്നത്. അപ്പൊ അതെന്താ സംഭവം? വിധിയല്ലേ? വിധിയാണ്. അതോടുകൂടി സ്വാഭാവികമായിട്ടും ആ മനുഷ്യന്റെ ജീവിതം എന്ത് ചെയ്യണം? തകരണം. ആ കുട്ടി മരിച്ചു, ഇനി എൻ്റെ ആ കുട്ടി ഇത്രയും നാളും ഇനി ഒരു കുട്ടി ഉണ്ടാവും എന്നുള്ള കാര്യം അറിയില്ല. വിധിയാണ് എന്ന് ആലോചിച്ച് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയുന്നു. ഇത് 2 പെർസ്പെക്റ്റീവിൽ കാണാൻ പറയും. ഒന്ന് പൂന്താനം, ഒന്ന് പൂന്താനത്തിന്റെ ഭാര്യ. രണ്ടുപേർക്കും ഒരേ വിധിയ. എന്ത്? കുട്ടി മരിച്ചു അല്ലെ? കുട്ടി മരിക്കണം എന്നുള്ളത് നിങ്ങളുടെ വിധിയാണ്. ഇതിനെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ്. പൂന്താനത്തിന്റെ ഭാര്യ ഇതിനെ നോക്കിക്കണ്ടത്, ഇനി മേലെ ഞാൻ ഗുരുവായൂരപ്പനെ ഭജിക്കില്ല, കാരണം ഇതൊക്കെ ചെയ്തിട്ടും അയാൾ എനിക്ക് ഇതാണ് തരുന്നത്, അദ്ദേഹം വെറും കല്ല് എന്നാണ് പൂന്താനത്തിന്റെ ഭാര്യ പറയുന്നത്. ഇതേ കോണ്ടെക്സ്റ്റ് അനുഭവിച്ച ആളാണ് പൂന്താനം അല്ലെ. അമ്മയ്ക്ക് ഉണ്ടാവുന്ന അതേ സങ്കടം, അല്ലെങ്കിൽ അതിന്റെ ചിലപ്പോൾ കുറച്ച് അളവ് കുറച്ചോളൂ, എന്നാലും ആ വിഷമമുള്ള ആളാണ് ആര്? പൂന്താനം. അദ്ദേഹം എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അദ്ദേഹം പറയുന്നത്, ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായെന്നാണ്. അപ്പൊ നമുക്കുണ്ടാവുന്ന ഒരു വിധിയെ നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്ക് എന്ത് മാറ്റാൻ പറ്റും? നമ്മുടെ കർമ്മം മാറ്റാൻ പറ്റും, നമുക്ക് വരുന്ന റിസൾട്ട് മാറ്റാൻ പറ്റും. ഈ വിധി ഉണ്ടായല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ ഇരിക്കാനാണ് നിർബന്ധമെങ്കിൽ അതാണ് വിധി, വേറെ നിവൃത്തിയില്ല. പക്ഷെ ആ വിധിയെ നമ്മൾ ഏത് പെർസ്പെക്റ്റീവിൽ നോക്കി കാണുന്നു, അതിനുശേഷം നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഈവൻ മഹാഭാരതം എടുക്കുകയാണെങ്കിലും രാമായണത്തിൽ എടുക്കുകയാണെങ്കിലും ഇവിടെയൊക്കെ വിധി പല സമയത്തും ഉണ്ടായിട്ടുണ്ട് അല്ലെ. ഇപ്പൊ പാണ്ഡവർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെട്ട് കാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇതോടെല്ലാം തീർന്നു എന്ന് അവർ വിചാരിച്ചെങ്കിൽ കഴിഞ്ഞു, വീണ്ടും ഒരു യുദ്ധം നടത്തി തിരിച്ചു വരേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇച്ഛാശക്തി എന്ന് പറയും, നമ്മുടെ വിൽ പവർ,
ആ വിൽ പവർ ഉപയോഗിച്ച് വിധി നമുക്ക് തരുന്ന നഷ്ടങ്ങളെയോ നേട്ടങ്ങളെയോ നമുക്ക് അനുചിതമായിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ധർമ്മം പറയുന്നത്.